നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ റഹീമ. 5 മാസത്തോളമായി മകനെ അന്വേഷിച്ചു നടന്ന തൃശൂർ മാളാക്കുഴൂർ സ്വദേശി സുരേഷിന്റെ പ്രതീക്ഷകളെല്ലാം വൃഥാവിലായി. ഷാർജയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ മാർച്ച് 10-ന് കാണാതായ മകൻ ജിത്തു സുരേഷിന് മരിച്ചതായി കഴിഞ്ഞ ദിവസം ഷാർജ പോലീസ് സുരേഷിനെ അറിയിച്ചു. എന്നാൽ മൃതദേഹം 3 മാസത്തിൽ കൂടുതൽ മോർച്ചറിൽ സൂക്ഷിക്കാൻ സാധിക്കാത്തതിനാൽ അജ്ഞാത ജഡം എന്ന പേരിൽ പോലീസ് സംസ്കരിച്ചിരുന്നു. തുടർന്ന് സുരേഷിന്റെയും ജിത്തുവിന്റെയും DNA പരിശോധിച്ചപ്പോഴാണ് ആളെ തിരിച്ചറിഞ്ഞത്. കാണാതായി 10 ദിവസം കഴിഞ്ഞ് ഷാർജ കോർണിഷിലെ അടച്ച ഹോട്ടലിന്റെ സ്റ്റേ കേസിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ജിത്തുവിന്റെ മൃതദേഹം അഴുകിയ നിലയിൽ കണ്ടെത്തിയതെന്ന് പോലീസ് അറിയിച്ചതായി സുരേഷ് പറഞ്ഞു. കൊച്ചി വിമാനത്താവളത്തിൽ രാജ്യാന്തര യാത്രക്കാർക്ക് ഉദ്യോഗസ്ഥ ഇടപെടലില്ലാതെ അതിവേഗം സ്വയം ഇമിഗ്രേഷൻ നടപടി പൂർത്തിയാക്കുന്നതിനുള്ള സംവിധാനം ഒരുങ്ങുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് പുതിയ സംവിധാനം. ഇതോടെ രാജ്യാന്തര യാത്രക്കാർക്ക് ഈ സംവിധാനം ഒരുക്കുന്ന രാജ്യത്തെ 2ാമത്തെ വിമാനത്താവളമായി സിയാൽ മാറും. ഡൽഹി വിമാനത്താവളത്തിലാണ് ആദ്യമായി ഈ സംവിധാനം ഏർപ്പെടുത്തിയത്. ജൂലൈ 29-ന് സിയാലിൽ പുതിയ സംവിധാനത്തിന്റെ പരീക്ഷണം തുടങ്ങും. ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്യും. ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനാണ് നടത്തിപ്പ് ചുമതല. ആഗമന പുറപ്പെടൽ മേഖലയിൽ 4 വീതം ലൈനുകളിലാണ് ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ നടപ്പിലാക്കുക. ഇതിനായുള്ള സ്മാർട്ട് ഗേറ്റുകൾ സജ്ജമായി കഴിഞ്ഞു. നിലവിൽ ഇന്ത്യൻ പൗരന്മാർക്കും OCI കാർഡുള്ളവർക്കുമാണ് സ്വയം ഇമിഗ്രേഷൻ നടപടി പൂർത്തിയാക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. 84 വർഷത്തിനിടെ ലോകം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിച്ച ദിവസം ജൂലൈ 21-ആണെന്ന് യൂറോപ്യൻ യൂണിയനിലെ കോർപ്പനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ് പറഞ്ഞു. ജൂലൈ 21-ന് ആഗോള ശരാശരി താപനില 17.09 ഡിഗ്രി സെൽഷ്യസ് എന്ന റെക്കോർഡിലെത്തി. 84 വർഷത്തിനിടെ ആദ്യമായാണ് താപനില ഈ നിലയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ മുതലുള്ള എല്ലാ മാസവും ചൂടേറിയതായിരുന്നു. യൂറോപ്യൻ യൂണിയൻ കാലാവസ്ഥാ ഏജൻസി പറയുന്നതിനനുസരിച്ച് 1940-ന് ശേഷമുള്ള ഏറ്റവും ചൂടേറിയ ദിനമാണ് ജൂലൈ 21 എന്നാണ്. 2023-ലെ ജൂലൈ 6-ന് 17.08 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു താപനില. ഈ റെക്കോർഡാണ് ജൂലൈ 21-ന് മറികടന്നത്. ഈ ദിവസത്തെയും മുൻ വർഷത്തെയും താപനിലകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ക്ലാസ്സിൽ ഒന്നാമനായി ജയിക്കണമെന്നില്ല. കമ്പ്യൂട്ടറിൽ ഗെയിം കളിച്ച് നടന്നാലും UAE-ൽ 10 വർഷ വീസ ലഭിക്കും. കമ്പ്യൂട്ടർ ഗെയിം കളിച്ച് രാജ്യത്തെ ആദ്യ 10 വർഷ ഗെയിമിംഗ് വീസ സ്വന്തമാക്കിയിരിക്കുകയാണ് പലസ്തീൻ സ്വദേശി അദ്നാൻ മയാസി. കമ്പ്യൂട്ടർ ഗെയിമിന് മുന്നിൽ ജീവിതം സമർപ്പിച്ച ഒരു ഗെയിമർക്ക് ദുബായ് നൽകിയ ആദരം. മികച്ച ഗെയിമിംഗ് സംസ്കാരം വളർത്തിയെടുക്കാനാണ് അദ്നാന്റെ സ്വപ്നം. അതുവഴി സമൂഹത്തെ സ്വാധീനിക്കുക. ഈ മേഖലയിലെ ഒരു വ്യത്യസ്ത നാമമായി ഇതിനോടകം അദ്നാൻ മാറിക്കഴിഞ്ഞു. ഗെയിമിംഗ് രംഗത്ത് പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധ. വീഡിയോ ഗെയിമിൽ പുതിയ കണ്ടുപിടുത്തങ്ങളും പ്രാദേശികവൽക്കരണവുമാണ് ദുബായ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യാന്തര കമ്പ്യൂട്ടർ ഗെയിം മത്സരങ്ങൾക്കും ദുബായ് വേദിയാണ്. മുഹമ്മദ് റാഫി നൈറ്റ് ഷാർജയിൽ 22 വർഷമായി ചിരന്തനെയും ദർശനയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തെ സാധാരണ ജനങ്ങളുടേതാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച അതുല്യ പ്രതിഭയായിരുന്ന അനശ്വര ഗായകൻ മുഹമ്മദ് റാഫി നൈറ്റ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ജൂലൈ 31-ാം തീയതി രാത്രി 7 മണിക്ക് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ അനുസ്മരണ സമ്മേളനത്തോടെ നടക്കുമെന്ന് ചിരന്തന പ്രസിഡന്റ് പുന്നക്കൽ മുഹമ്മദ് അലി. റാഫിയെ നെഞ്ചോട് ചേർത്ത് വെച്ച UAE-ലെ വിവിധ എമിറേറ്റുകളിലെ ഗായകർ അണിനിരുന്ന ഗാനങ്ങൾ ആലപിച്ചു അദ്ദേഹത്തെ സ്മരിക്കും. അപരിചിതന് എമിറേറ്റ്സ് ID കൈമാറി. മയക്കുമരുന്ന് മാഫിയയുടെ ചതയിൽപ്പെട്ട് മലയാളി. രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രം. കഴിഞ്ഞ ദിവസമാണ് അജ്മാലിലെ വ്യാപാര കേന്ദ്രത്തിലെ മാനേജറായ തലശ്ശേരി കായത്ത് റോഡ് സ്വദേശി അറക്കൽ പാറക്കാട്ട് നൌജസ് ഹനീഫിന് ദുബായ് പോലീസിൽ നിന്നും ഫോൺ കോൾ വരുന്നത്. ഉടൻ ഓഫീസിൽ എത്താനായിരുന്നു നിർദ്ദേശം. അവിടെ എത്തിയപ്പോഴാണ് താൻ കെണിയിൽപ്പെട്ട വിവരം അറിയുന്നത്. 2023 ഒക്ടോബർ മാസത്തിലാണ് ഇദ്ദേഹം കേസിൽ കുടുങ്ങിയ ആ സംഭവം നടക്കുന്നത്. ജോലി ചെയ്യുന്ന വ്യാപാര കേന്ദ്രത്തിലെത്തിയ ഒരു അറബ് സ്വദേശിയെ പോലൊരാൾ ATM മെഷീനിൽ പണം നിക്ഷേപിക്കാൻ ശ്രമിക്കുന്നു. എമിറേറ്റ്സ് ID ഇല്ലാത്തതിനാൽ ഇയാൾ 2 പേരോട് സഹായം അഭ്യർത്ഥിച്ചു. 2 പേരും അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് മാളിലെ മാനേജറായ നൌജസ് ഹനീഫിനെ സമീപിക്കുകയായിരുന്നു. തന്റെ എമിറേറ്റ്സ് ID വീട്ടിൽ വെച്ച് മറന്നെന്നും ATM-ൽ പണം നിക്ഷേപിക്കാൻ കാർഡ് തന്നെ സഹായിക്കണമെന്നുമായിരുന്നു അഭ്യർത്ഥന. പുതിയ കസ്റ്റമറെ പിണക്കാതിരിക്കാമെന്ന് ചിന്തിച്ച നൌജസ് ഹനീഫ് തന്റെ ID കാർഡ് നൽകി. പണം നിക്ഷേപിച്ച ശേഷം നന്ദിയും പറഞ്ഞ് ഇയാൾ സ്ഥലം വിട്ടു. യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട ഇടപാടിനാണ് ATM മെഷീനിൽ പണം നിക്ഷേപിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ പോലീസ് പരിശോധിക്കുന്നതിനിടെയാണ് പണം നിക്ഷേപിച്ച മലയാളിയുടെ തിരിച്ചറിയൽ ശ്രദ്ധയിൽപ്പെടുന്നത്.
മെറ്റ AI-ൽ ഹിന്ദി ഭാഷയും അവതരിപ്പിച്ചു. ഇതോടൊപ്പം 7 രാജ്യങ്ങളിലേക്ക് കൂടി മെറ്റ AI സേവനം വ്യാപിച്ചു. അർജന്റീന, ചിലി, കൊളംബിയ, ഇക്വഡോർ, മെക്സിക്കോ, പെറു, കാമറൂൺ എന്നിവിടങ്ങളിലേക്കാണ് മെറ്റ AI എത്തിയത്. ഇതോടെ 22 രാജ്യങ്ങളിൽ മെറ്റ AI സേവനം ലഭിക്കും. വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം, മെസ്സഞ്ചർ, ഫേസ്ബുക്ക് ഉൾപ്പെടെ വിവിധ പ്ലാറ്റ്ഫോമുകളിലെ മെറ്റ AI ചാറ്റ്ബോട്ടിൽ ഹിന്ദി ഭാഷയിൽ ചാറ്റ് ചെയ്യാനാകും. അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും പുതിയ ഫീച്ചറുകൾ ഉൾപ്പെടുത്തുന്നതിനുമായി 2 ആഴ്ച കൂടുമ്പോൾ മെറ്റ AI അപ്ഡേറ്റ് ചെയ്യാറുണ്ടെന്ന് മെറ്റ പറഞ്ഞു. ഇതോടൊപ്പം US-ൽ AI ഉപയോഗിച്ച് സ്വന്തം മുഖസാദൃശ്യമുള്ള AI അവതാറുകൾ നിർമ്മിക്കാൻ സാധിക്കുന്ന ഇമാജിൻ മീ എന്ന സേവനവും മെറ്റ അവതരിപ്പിച്ചു. ഈ ഫീച്ചർ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ കമ്പനി മേധാവി മാർക്ക് സക്കർബർഗ് പങ്കുവച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിനുള്ള എഡിറ്റ് വിത്ത് AI എന്ന ഫീച്ചറും അടുത്ത മാസം അവതരിപ്പിക്കും. ദെയ്ദിലെ തീപിടുത്തം, കത്തി നശിച്ച കടകളുടെ ഉടമകൾക്ക് അടിയന്തര സഹായം പ്രഖ്യാപിച്ചു ഷാർജ ഭരണാധികാരി. ജൂലൈ 25 വ്യാഴാഴ്ച പുലർച്ചെ ഷാർജയിലെ ദെയ്ദിലുണ്ടായ തീപിടുത്തത്തിൽ കത്തി നശിച്ച കടകളുടെ ഉടമകൾക്ക് ഷാർജ ഭരണാധികാരിയും സുപ്രീം കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമി അടിയന്തര സഹായം പ്രഖ്യാപിച്ചു. കത്തി നശിച്ച കടകളുടെ ഉടമകൾക്ക് ഫർണിച്ചർ, ഷെൽഫുകൾ, എയർ കണ്ടീഷനിംഗ് എന്നിവ സജ്ജീകരിച്ച കടകൾ 3 ദിവസത്തിനകം ഒരുക്കണമെന്നും ഷാർജ ഭരണാധികാരി ഉത്തരവിട്ടു. നാശനഷ്ടമുണ്ടായ കടയുടമകൾക്ക് പുതിയ മാർക്കറ്റിൽ പുതിയ കടകൾ നൽകി നഷ്ടപരിഹാരം നൽകാനും അവരുടെ നഷ്ടത്തിന് സാമ്പത്തിക നഷ്ടപരിഹാരം നൽകാനും അദ്ദേഹം നിർദ്ദേശിച്ചു. ടെസ്ലയുടെ ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ ഉൽപ്പാദനം അടുത്ത വർഷം മുതൽ ആരംഭിക്കുമെന്ന് കമ്പനി മേധാവി ഇലോൺ മസ്ക്. ഈ റോബോട്ടുകളെ ആദ്യം ടെസ്ലയാണ് ഉപയോഗിക്കുകയെന്നും 2026 മുതലായിരിക്കും വിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള അവയുടെ ഉൽപ്പാദനം ആരംഭിക്കുകയെന്നും മസ്ക് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. ഒപ്റ്റിമസ് എന്നാണ് ടെസ്ല നിർമ്മിച്ചിരിക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ പേര്. ഈ വർഷം അവസാനത്തോടെ ഒപ്റ്റിമസ് റോബോട്ടുകളെ ടെസ്ല ഫാക്ടറിയിൽ വിന്യസിപ്പിക്കാനാകുമെന്ന് ഇലോൺ മസ്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. 2025 മറ്റ് കമ്പനികളിലേക്കും ഒപ്റ്റിമസിനെ എത്തിക്കുമെന്നും മസ്ക് കഴിഞ്ഞ മാസം ടെക്സാസിൽ നടന്ന ഓഹരി ഉടമകളുടെ വാർഷിക സമ്മേളനത്തിൽ പറഞ്ഞു. ഹോണ്ട, ബോസ്റ്റൺ ഡൈനാമിക് ഉൾപ്പെടെയുള്ള വിവിധ കമ്പനികളും ഹ്യൂമനോയിഡ് റോബോട്ടുകൾ വികസിപ്പിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന വ്യാജേന 1800-ലധികം ലാപ്ടോപ്പുകൾ മോഷ്ടിച്ച സംഘം ഷാർജയിൽ പിടിയിലായി. 1 മില്യൺ ദിർഹം വിലമതിക്കുന്ന 1840 ലാപ്ടോപ്പുകൾ മോഷ്ടിച്ച 4 അറബികളുടെ സംഘത്തെ ഷാർജയിൽ അറസ്റ്റ് ചെയ്തതായി പോലീസ് ഇന്ന് വ്യാഴാഴ്ച അറിയിച്ചു. മോഷണം നടന്ന 48 മണിക്കൂറിനുള്ളിൽ ഇന്ന് ഇവരെ പിടികൂടാനായിട്ടുണ്ട്. ഒരു ട്രാൻസ്പോർട്ട് സർവീസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഏഷ്യക്കാരനായ ഒരാൾ വ്യാവസായിക പ്രദേശത്തേക്ക് ലാപ്ടോപ്പുകൾ നൽകാൻ വന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് നടിച്ച് എത്തിയ 4 അറബികളുടെ സംഘം ഇദ്ദേഹത്തെ തടയുകയായിരുന്നു. പിന്നീടാണ് ഏഷ്യക്കാരൻ തട്ടിപ്പിനിരയായതെന്ന് കണ്ടെത്തിയത്. ഈ തട്ടിപ്പ് സെൻട്രൽ ഓപ്പറേഷൻ റൂമിൽ റിപ്പോർട്ട് ചെയ്തത് 2 ദിവസത്തിനുള്ളിൽ. ഷാർജ പോലീസിന് പ്രതികളെ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.